ഞാൻ ഡോക്ടർ ധീരജ്. ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത ശേഷം വൈക്കത്ത് കൃഷ്ണ ആയുർവേദ എന്ന പേരിലൊരു സ്ഥാപനം ആയുർവേദ ക്ലിനിക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം ഞാൻ ഇന്ന് രണ്ടാമതായിട്ടൊരു ക്ലിനിക്ക് വൈക്കത്ത് ടിയൂരത്ത് ഇന്നായിരുന്നു എൻ്റെ ഉദ്ഘാടനം. ഈ പൊതുവെ ആളുകൾക്ക് ആയുർവേദ ക്ലിനിക്ക് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എണ്ണയൊക്കെ ഇട്ട് തടവുന്ന മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു സമ്പ്രദായം. ഈ രീതിയിലുള്ള ചികിത്സകൾക്ക് വളരെ ഫലപ്രദമാണ് ആയുർവേദം. ഒരുപാട് ആളുകൾ ചികിത്സിക്കുന്നതുമാണ്. പക്ഷേ നമ്മുടെ ക്ലിനിക്കിൽ പ്രധാനമായിട്ട് ചികിത്സിക്കുന്നത് രണ്ട് മേഖലകളാണ്. ഒന്ന് പ്രമേഹം, ഡയബറ്റിക് എല്ലാവർക്കും അറിയാം. രണ്ട് നേത്രരോഗങ്ങൾ. അപ്പോൾ അതിൽ ഈ പ്രമേഹം, നിങ്ങൾക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു മരുന്നിൽ തുടങ്ങും അല്ലേ, പിന്നെ അത് രണ്ട് മരുന്നാകും, പിന്നെ ഇൻസുലിനാകും. അതിനോടൊപ്പം തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ, BP-യുടെ മരുന്നുകൾ, പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ബൈപ്പാസ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ മരുന്നുകൾ. ഇതിനോടൊപ്പം തന്നെ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു വരുന്നു, ഡയബറ്റിക് നെഫ്രോപ്പതി, കാലുകളെ ബാധിക്കുന്നു, ന്യൂറോപ്പതി, നമ്മുടെ റെറ്റിനയെ, കണ്ണിലെ റെറ്റിനയെ ബാധിക്കുന്നു. നമ്മൾ ഈ മരുന്നുകൾ ഡയബറ്റിക്കിന് കഴിക്കുമ്പോഴും ഇതുപോലുള്ള കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നു അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. ഇനി ചില ആളുകൾ അലോപ്പതി മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് പേടിച്ച്, മോഡേൺ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് പേടിച്ച് ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നു. അതും ജീവിതകാലം മുഴുവൻ കഴിക്കുന്നത് നല്ലതാണോ? അവിടെയാണ് നമ്മൾ ഒരു പ്രമേഹ രോഗി, മരുന്ന് കഴിക്കുന്ന ആളോ ഇൻസുലിൻ എടുക്കുന്ന ആളോ ആരും ആയിക്കോട്ടെ, അവരുടെ മരുന്നുകൾ എങ്ങനെ നമുക്ക് നിർത്താം? പടിപടിയായി കൃത്യമായി ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് മെല്ലെ മെല്ലെ ആ മരുന്നുകളുടെ അളവ് കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായും ആ മരുന്നുകൾ നിർത്താം. ഇതാണ് ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട. നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഈ പ്രമേഹ രോഗ ചികിത്സയിൽ ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കഷായം എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചൂർണം നിങ്ങൾ കലക്കി കുടിക്കും, നിങ്ങളുടെ പ്രമേഹം മാറും, ആ രീതിയിലുള്ളൊരു ചികിത്സയല്ല. നിങ്ങളുടെ ജീവിതശൈലി ക്രമീകരിച്ച് ആ മരുന്നുകൾ, ഏത് മരുന്ന്, ആയുർവേദ മരുന്നാണെങ്കിലും മോഡേൺ മെഡിസിൻ ആണെങ്കിലും, അതിനെ നിർത്തിക്കൊണ്ടുവരുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രമേഹത്തിൽ നമ്മൾ അവലംബിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ? ഭാവിയിൽ ഒരു 5 വർഷത്തിനോ 7 വർഷത്തിനോ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രമേഹ രോഗിയാവാൻ സാധ്യതയുണ്ടോ? അത് മുൻകൂട്ടി എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെ തിരിച്ചറിഞ്ഞ് നമുക്ക് എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം? ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നേത്രരോഗ ചികിത്സ ആയുർവേദത്തിൽ, അലോപ്പതിയിൽ അത്ര കണ്ട് എഫക്റ്റീവായ ചികിത്സകളില്ലാത്ത പല അസുഖങ്ങളുമുണ്ട്. ഇപ്പോൾ ഡീജനറേറ്റീവായിട്ട് കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ പോലുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ ഗ്ലോക്കോമയിലുണ്ടാകുന്ന കാഴ്ച വൈകല്യം, ഞരമ്പുകൾ ചുരുങ്ങി പോകുന്ന അവസ്ഥ, കുട്ടികളിൽ കാണപ്പെടുന്ന കാഴ്ച വൈകല്യങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് UITs പോലുള്ള റിക്കറൻ്റായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കണ്ണിലുണ്ടാകുന്ന, അതിനെങ്ങനെ നമുക്ക് റിക്കറൻസി ഒഴിവാക്കാം? ഈ രീതിയിലുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും നേത്രരോഗ വിഭാഗത്തിൽ ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേക രീതിയിലുള്ള ചികിത്സകളൊക്കെയാണ്. കണ്ണിലേക്ക് ചെയ്യുന്ന ധാരകളും, തലയിലേക്ക് ചെയ്യുന്ന ചില ലേപനങ്ങൾ, ധാരകൾ, കണ്ണിൽ നെയ്യ് കെട്ടി നിർത്തുന്ന തർപ്പണം പോലുള്ള ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. ഇതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന എക്സർസൈസുകൾ, മാക്കുലാർ സ്റ്റിമുലേഷൻ പോലുള്ള, എന്താ പറയുക, വിഷൻ തെറാപ്പി പോലുള്ള പ്രൊസീജിയറുകളൊക്കെ വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ ആ ചെറിയ പ്രായത്തിൽ വളർച്ചയുടെ സമയത്ത് ഇതുപോലുള്ള ചികിത്സകൾ ചെയ്താൽ കാഴ്ച വൈകല്യങ്ങളൊക്കെ നമുക്ക് വളരെ ഭംഗിയായി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മേഖലകളാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ എന്താ പറയുക, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന രണ്ട് മേഖലകളെന്ന് പറയുന്നത്. ഞാനൊരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. കാരണം പല ആളുകൾക്കുള്ളൊരു സംശയം, ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എണ്ണയിട്ട് തിരുമുന്ന മുട്ട്, ആ രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രണ്ട് മേഖലകൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്.